റഹീമിനൊരു ജീവൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. രണ്ടാം ജന്മമാണ്. ഇതിനവസരമായിരിക്കുക എല്ലാ മലയാളികളോടും കൂടെ നിന്ന് എല്ലാവരോടും പ്രത്യേകം നന്ദി മാത്രമേ പറയാനുള്ളൂ. അതെ, അതൊരു ഭാഗ്യ ഒരു നിമിത്തമായിട്ട് കരുതുന്നു. എല്ലാം സൃഷ്ടാവിന്റെ തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട് മുന്നിട്ട് ഇറങ്ങാൻ സാധിച്ചതിൽ. പക്ഷെ ഞാൻ ഇറങ്ങിയോണ്ട് മാത്രമല്ല, എല്ലാവരും മലയാളികൾ സഹകരിച്ച് ഒരുമിച്ച് ഇറങ്ങി പ്രവർത്തിച്ചു. ഇവിടുത്തെ റഹീം നിയമസഹായ കമ്മിറ്റി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. ഇത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തിക്ക് വേണ്ടി 40 കോടി രൂപയിലധികം പിരിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലോകത്ത് ആദ്യമായിരിക്കും. അതിൽ സന്തോഷമുണ്ട്. പ്രത്യേകം നന്ദി. ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് നമ്മൾ എല്ലാവരും കൂടെ പാലിക്കുകയാണ്. ഞാൻ മാത്രമല്ല. മോചനത്തിനായി ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഒന്നിടം ഒരു പര്യടനം നടത്തിയുണ്ടായി ഫണ്ട് കളക്ഷന് വേണ്ടി. അബ്ദുൾ റഹീമിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 2012 റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 കൊല്ലം പിന്നിടുമ്പോൾ 1.5 കോടി സൗദി റിയാൽ, ഏകദേശം 34.35 കോടി രൂപ ദിയാധനമായി സമ്മാനിച്ചാണ് കഴുമരത്ത് നിന്ന് ഇറങ്ങി വന്നത്. എന്തായാലും ഒരു ആഹ്ലാദകരമായ, ഇതിലും വലിയൊരു പെരുന്നാൾ ഇവർക്കുണ്ടാകാനില്ല. അജി കുഞ്ഞുമോൻ കൂടി ഈ കോടമ്പുഴയിലെ അബ്ദുൾ റഹീമിൻ്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. ഒരുപക്ഷെ റഹീമിന് പറയാൻ വാക്കുകൾ ഉണ്ടാകില്ല. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാല ചരിത്രത്തിലൊന്നും കേരളത്തിലെ ആളുകൾ, മലയാളികൾ, ലോകമെമ്പാടും ചേക്കേറിയവർ ഒരേ കാര്യത്തിന് വേണ്ടി ഇത്രയധികം പണം സ്വരൂപിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കോടികൾ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. അതും ഒരു ചെറിയ സംഭവമല്ല. കോടികൾ ഇതിനു വേണ്ടി സമ്മാനിച്ചവരുണ്ട് ഗൾഫ് നാടുകളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.